നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ഉടനെ വീണ്ടും ഒരു കവിത എഴുതി, അപ്പൂപ്പൻ താടി. കാറ്റിൽ നീ പാറിപ്പറക്കും, പിന്നെ വാനിലേക്കങ്ങു നീ പൊങ്ങും. നല്ലൊരു മനസ്സും അക്ഷരജ്ഞാനവും മാത്രം മതി. നിങ്ങൾക്കും ഒരു സദസ്സിനെ അല്ലെങ്കിൽ ഒരാൾ കൂടുമ്പോൾ ഒരു കവിത ചൊല്ലി അവരെ എല്ലാം വിസ്മയിപ്പിക്കാം. എന്തേടി നാത്തൂനേ മുല്ലപ്പൂ വാസന, കൊല്ലത്തുന്നാരാനും വന്നിട്ടുണ്ടോ? ഞാനിങ്ങനെ നോക്കി, ദൈവമേ, എൻ്റെ പേര് മാതൃഭൂമി വാരികയിൽ അടിച്ചു വന്നിരിക്കുന്നു. ഞാനറിയാതെ എൻ്റെ ചേച്ചി എടുത്ത് അതങ്ങ് പോസ്റ്റ് ചെയ്ത് മാതൃഭൂമിക്ക്. അങ്ങനെ വാക്കുകൾ ചേർക്കാനുള്ള പാഠം എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക. കുഞ്ഞുങ്ങൾ നല്ലവരായി മാറുക, ഒരു സമൂഹത്തെ നന്നതാക്കി മാറ്റുക, നല്ല സംസ്കാരമുള്ളവരാവുക. നമ്മുടെ സംസ്കാരത്തെ ഇപ്പം ലോകത്തുടനീളം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കവിത വായിക്കുക, സ്നേഹമുണ്ടാകുക, വ്യക്തിശുചിത്വം ഉണ്ടാകുക. അത്തരത്തിൽ നമ്മൾ പര്യാപ്തപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ലത് വായിക്കുക. കുഞ്ഞുങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയാനാ. അന്നേരം എല്ലാവരും കവിത വായിച്ചിട്ടുണ്ടോ? കവിത കേട്ടിട്ടുണ്ടോ? കവിത ഇഷ്ടമാണോ? കവിത എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു കവിതയെങ്കിലും എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കിയേ. കൈപൊക്കൂ. 2 പേരുണ്ട് അല്ലേ? അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ കവിത ഇവിടെ ചൊല്ലാം. അല്ലെങ്കിൽ കവിത എഴുതാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ കവിത എഴുതി തുടങ്ങും. തീർച്ചയായിട്ടും അതിന് വെല്ലുവിളിക്കണം. അടുത്ത പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴോ, നമ്മളിനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ കവിതകൾ എനിക്ക് അയച്ചു തരികയൊക്കെ വേണം. അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് രാവിലെ. കേട്ടോ, ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ കവികളാക്കണം. നമുക്ക് കവികൾ കുറവാണ്. കവികൾ വേണം ഒരു നാട്ടിന്, ഏറെ കവികൾ വേണം. കാരണം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നന്മയെയും സ്നേഹത്തെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. കൂടുതൽ സ്നേഹം ഉണ്ടാവണം. നിങ്ങൾക്കൊക്കെ സ്നേഹമുണ്ട്, അത് കൂടുതലാവണം, അത് ഇരട്ടിക്കണം. നമുക്ക് കവിതയിലൂടെ പറയാം. അന്നേരം കവിതയും കുട്ടിക്കാലവും എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന വിഷയം. എന്താണ്? കവിതയും കുട്ടിക്കാലവും. അന്നേരം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് കവിയായത് എന്നൊന്ന് നമുക്ക് പറയാം. എൻ്റെ നാട് എന്തേടി നാത്തൂനേ മുല്ലപ്പൂ വാസന, കൊല്ലത്തുന്നാരാനും വന്നിട്ടുണ്ടോ? അന്നേരം കൊല്ലത്തു നിന്ന് വരുന്ന എല്ലാവർക്കും എന്തുകൊണ്ടെന്ന് അതിനർത്ഥം നല്ല മുല്ലപ്പൂ വാസനയുണ്ട്. ഞാൻ അന്നേരം കൊല്ലംകാരനാണ്. കൊല്ലത്തെ ചവറ തെക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പം വന്ന നമ്മുടെ JS ഉണ്ണികൃഷ്ണൻ സാറും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ. കൊല്ലം SM കോളേജിൽ പഠിച്ചു. അന്നേരം കൊല്ലത്തെ ചവറ തെക്കും ഭാഗം എന്ന് പറയുന്ന ഗ്രാമമാണ് എൻ്റെത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അഷ്ടമുടിക്കായനാൽ ചുറ്റപ്പെട്ട് കിടക്കുക. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അക്കാലത്ത് പോകണമെങ്കിൽ വള്ളം വേണം. അല്ലെങ്കിൽ ചിലരൊക്കെ വലിയ സ്കൂളുകളിലൊക്കെ പോയത് നീന്തിയായിരുന്നു. നമ്മുടെ V സാംബശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ കാഥികൻ. ഈ വലിയ കാഥികൻ ചവറ തെക്കും ഭാഗത്തുകാരനായിരുന്നു. അന്നേരം അദ്ദേഹമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡിഗ്രിക്ക് ടൗണിലേക്ക് വരുന്നേ, അന്നേരം ഒരു വള്ളമൊക്കെ കാണും. വള്ളമില്ലേ, അവരൊരു സഞ്ചിക്കകത്ത് അവരുടെ പുസ്തകങ്ങളും എല്ലാം പിടിച്ചുകൊണ്ട് അക്കരെ നീന്തി കടന്നു പോയാണ് ഇങ്ങനെ കോളേജിലൊക്കെ പഠിച്ച് അദ്ദേഹം ലോകം അറിയുന്ന വലിയ കാഥികനായി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തോന്നുന്നു. അറിഞ്ഞുകൂടാങ്കിൽ ഒരു കഥയെങ്കിലും നിങ്ങൾ ഇട്ട് കേൾക്കണം. അതുപോലെ ആ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പാണ്. ആരാണ്? അഴകത്ത് പത്മനാഭക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്നാണ് മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ മഹാകാവ്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അഴകത്തെന്ന് പറയുന്ന ഒരു രാജകുടുംബം പോലുള്ള കുടുംബത്തിലെ മനുഷ്യനായിരുന്നു. പക്ഷേ അയാളുടെ പ്രത്യേകത നമ്മൾ അറിയേണ്ടത്, അദ്ദേഹം ഒരു പാവമായിരുന്നു.
അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. കാര്യം അത്ര രാജകീയമായ പദവികൾ നമ്മുടെ ഇവിടുത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് അവിടെ ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ നാട്ടുരാജ്യങ്ങളിലും കൊടുക്കുന്ന ഒരു കുടുംബമാണ്. വലിയ നാലുകെട്ടുകളെ ഒക്കെ ഒരു സ്ഥലം. പക്ഷേ അദ്ദേഹത്തിന് ഒട്ടും അഹന്തയില്ലായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു പരിപാടിയിൽ ക്ഷണിക്കാനായിട്ട് ആൾക്കാർ ചെന്നപ്പം അവിടെ ഒരാളിരുന്ന് ഓലമിടയുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു. ഓലമിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, മഹാകവിയെ കാണാനാ വന്നത്. അന്നേരം അദ്ദേഹം ചോദിച്ചു, എന്തിനാ? ഒരു പരിപാടിക്ക് വിളിക്കാനാ, ഞങ്ങൾക്ക് മഹാകവിയെ കാണണം. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ പൂമുഖത്തേക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി കയ്യും കാലും കഴുകിയും നടന്നു വന്നത് ആ ഓലമിടയുന്ന മഹാകവിയായിരുന്നു. അദ്ദേഹം അത്ര നല്ല മനുഷ്യരായിരുന്നു. കവികളെല്ലാം നല്ലവരാണ്, നല്ല മനുഷ്യരാണ്, മനുഷ്യവികാരം അറിയുന്നവരാണ്, സ്നേഹമുള്ളവരാണ് എല്ലാ കവികളും. അവരെ അതുകൊണ്ട് ജനക്കൂട്ടത്തിന് മുമ്പേ പോകുന്നവർ, ദീർഘദർശികൾ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ, സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ, അങ്ങനെയുള്ളവരാക്കിയെടുക്കാനാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ. നിങ്ങളെല്ലാം കവിത എഴുതും ഇത് കഴിയാൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരും. അന്നേരം എല്ലാവരും കവിത എഴുതുവോ? കവിത എഴുതുവോ? എല്ലാവരും കവിത എഴുതണം അല്ലേ? കവിത എഴുതാൻ ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിയേ. കവിത എഴുതണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിയേ. അന്നേരം നിങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇന്നു മുതൽ കവിത എഴുതി തുടങ്ങും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ ചവറ തെക്കുംഭാഗത്തെ ഗുഹാനന്തോരോ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു പഠിച്ചപ്പം അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ കവിയരങ്ങുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കണക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുക, കൊച്ചാണ്, നിങ്ങളുടെ കണക്കിരിക്കുക, ഇങ്ങനെ പാവമാണ്. നിങ്ങളുടെ കണക്കൊന്നുമല്ല, ഞാനൊരു പാവം, ഒരു ശാന്തനായിരുന്നു. അത് ഞാൻ പറയട്ടെ, എൻ്റെ പേരിട്ട് എങ്ങനെയാണെന്നറിയാമോ? ശാന്തൻ എന്ന പേരിട്ടത്, ഞാൻ പിറന്നപ്പോൾ കരഞ്ഞില്ല, ചിണുങ്ങത്തുമില്ല, ഇങ്ങനെ കിടക്കും. അന്നേരം അമ്മൂമ്മയ്ക്കൊരു പ്രശ്നം, ഇവൻ ചെകിടനോ ഉമ്മയോ എന്തെങ്കിലും കുഴപ്പമുള്ളവനാണ്, ഇവന് കേൾക്കാൻ പറ്റത്തില്ലയോ, അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനാണോ എന്ന് അമ്മൂമ്മ തോന്നി. അന്നേരം അമ്മൂമ്മ ഭയങ്കര മിടിക്കുകയാണ്. അമ്മൂമ്മ എന്തോ ചെയ്തെന്നറിയാം, അമ്മയുടെ മടിയിൽ കിടത്തിയിട്ട് ഒരു കിണ്ണം കൊണ്ടുവന്ന് എന്നെ ചെവിയിലേക്ക് ഇങ്ങനെ കൊട്ടി. അന്നേരം ഞാൻ ഞെട്ടി ഉച്ചത്തിൽ കരഞ്ഞു. അന്നേരം അമ്മൂമ്മ പറഞ്ഞു, പൊട്ടനല്ല ഇവൻ ശാന്തൻ. അമ്മൂമ്മ എനിക്ക് പേരിട്ടു. അങ്ങനെയാണ് ഈ ശാന്തൻ എന്ന് പറയുന്ന പേര് എനിക്ക് കിട്ടിയത്. അതെൻ്റെ തൂലികാനാമം കൂടെയാണ്. ഞാനതാണ് ആ പേരിൽ മാത്രമാണ് എഴുതുന്നത്. ശാന്തൻ എന്ന് മാത്രമേ എഴുതൂ, അതിൻ്റെ കൂടെ സ്ഥലപ്പേരില്ല, ഇൻഷ്യൽ പോലും ചേർക്കാത്ത ശാന്തൻ എന്ന് പറഞ്ഞ് മലയാളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് കവിത എഴുതുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എങ്ങനെ കവിയായി എന്നുള്ളതാണ്. ഞാൻ കവിയായ ചരിത്രമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, കുറേ കവികൾ ഞങ്ങളുടെ സ്കൂളിൽ കവിത ചൊല്ലാൻ വന്നു. വലിയ അന്നത്തെ പ്രശസ്തരായ കുരീപ്പുഴ ശ്രീകുമാറൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവരൊക്കെ യുവകവികളാണ്. അന്നേരം അവർ കവിത ചൊല്ലുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഈ ശാന്തനായ എന്നെ അവരങ്ങ് അശാന്തനാക്കി. ഞാനങ്ങ് ഈ കവിത കേട്ട് ആകെ വശമായി. എനിക്ക് എൻ്റെ ഹൃദയം അങ്ങ് വല്ലാതുണ്ടായിപ്പോയി. അതുപോലെ നിങ്ങളുമൊക്കെ ഇന്ന് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. വല്ലാണ്ടായി പോയിട്ട് എനിക്ക് അന്ന് രാത്രി തൊട്ട് പനി പിടിച്ചു. കാരണം എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര ആഗ്രഹം, എനിക്കും ഒരു കവിയാകണം, ഒരു കവിത എഴുതണമെന്ന് വല്ലാത്ത ആഗ്രഹം എനിക്ക് വന്നു. നമുക്കെല്ലാം അങ്ങനെ വരാമല്ലോ, ഒരു കവിയാവണമെന്ന്. എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തിന് മുമ്പേ പോകുന്ന ആളാണ്, ദീർഘദർശിയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ, ഉപദ്രവിക്കാൻ പറ്റത്തില്ല, കവിത ചൊല്ലി കേൾപ്പിക്കാം. നിങ്ങൾ നേരത്തെ മാജിക്ക് കണ്ട കണക്ക് വാക്കുകൾ കൊണ്ട് മായാജാലം തീർക്കുന്നവരാണ് കവികൾ. ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്കെല്ലാം മായാജാലം തീർക്കാൻ തീർച്ചയായിട്ടും കഴിയും. കാരണം അതിന് വേറെ നിങ്ങൾക്ക് ഈ മാജിക്കുകാർ കാണിച്ച കണക്ക് വേറെ സാധനങ്ങളൊന്നും വേണ്ട. നല്ലൊരു മനസ്സും അക്ഷരജ്ഞാനവും മാത്രം മതി. നിങ്ങൾക്കും ഒരു സദസ്സിനെ അല്ലെങ്കിൽ ഒരാൾ കൂടുമ്പോൾ ഒരു കവിത ചൊല്ലി അവരെ എല്ലാം വിസ്മയിപ്പിക്കാം. അതിന് ജാതി, മതം അല്ലെങ്കിൽ പൈസ, വലിയ കോളേജിൽ പഠിത്തം ഒന്നും വേണ്ട. അല്ലാത്തവരൊക്കെയാണ് മഹാകവികളായി തീർന്നത്. നമുക്കതിന് വേണ്ടുന്ന ഒരു മനസ്സും വായനയും അതിനു വേണ്ടുന്നുള്ള ഒരു ധ്യാനവും മാത്രം മതി. അതിന് ഈ കവികൾ വന്ന് കവിത ചൊല്ലിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സങ്ങ് അശാന്തനായെന്ന് പറഞ്ഞല്ലോ, കിടന്നുറങ്ങി. ഞാൻ അന്ന് കിടന്നുറങ്ങി, പനി പിടിച്ചു. കവിത എഴുതണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഇവരെല്ലാം കൂടെ എൻ്റെ മനസ്സിൽ ഉണർത്തിയിട്ട് പോയി. അങ്ങനെ എൻ്റെ ഈ സ്കൂളിലെ ഈ ഉത്സവത്തിന് ഞാനൊരു കവിത എഴുതി. അന്ന് അവിടെ ഈ ഉത്സവത്തിന് കുതിരപിടിയൊക്കെയാണ് നമ്മുടെ ഉള്ളത്. ഈ കുതിര പിടിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛൻ മേടിച്ച് തന്ന നീല ബലൂൺ,
അങ്ങ് പൊട്ടിപ്പോയി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ആരാണ്ട് വിളിച്ച് പറഞ്ഞു ആന വരണ്ടേ എന്ന് പറഞ്ഞു. ആന വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ആൾക്കാരെല്ലാം ഒരു വശത്ത് ഓടിയപ്പോൾ എൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന എൻ്റെ ഈ ബലൂൺ അങ്ങ് പൊട്ടി. അന്നേരം ഞാൻ ഒരു കവിത എഴുതി. ആ ദുഃഖത്തിൽ അന്ന് രാത്രി ഞാനൊരു കവിത എഴുതി. പാടുന്ന ബലൂൺ, പറക്കുന്ന ബലൂൺ, നിറമുള്ള ബലൂൺ, എൻ്റെ നെഞ്ചു പൊട്ടും പോലെ പൊട്ടുന്ന ബലൂൺ. പാടുന്ന ബലൂൺ, പറക്കുന്ന ബലൂൺ, നിറമുള്ള ബലൂൺ, എൻ്റെ നെഞ്ചു പൊട്ടും പോലെ പൊട്ടുന്ന ബലൂൺ. ഞാനൊരു കവിത എഴുതി. ഏതോ വലിയ മഹാകാര്യം സാധിച്ച കണക്ക് ഞാൻ പിറ്റേന്ന് എൻ്റെ ക്ലാസ്സിൽ കൂട്ടുകാരെ എല്ലാം കാണിച്ചു. ഞാനിങ്ങനെ കവിത എഴുതി, എൻ്റെ കവിത ഇതാന്നൊക്കെ പറഞ്ഞു ഞെളിഞ്ഞ് നിന്ന് ഞാൻ കൈയൊക്കെ പിടിച്ച് വെച്ച് ഗംഭീരമായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ അന്നേരം എന്നെ മലയാളം പഠിപ്പിക്കുന്ന സാറിനെ കൂട്ടുകാരുടെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ സാറിനെ കാണിക്കാൻ കൊണ്ടുപോവുക കവിതയെന്നും പറഞ്ഞ് ഞാൻ സാറിൻ്റെ അടുക്കൽ ഒട്ടിച്ചെന്നു. സാറ് ഇങ്ങനെ കവിത മേടിച്ച് നോക്കിയിട്ട് സാറ് ഒരു ചെറിയ മയക്കത്തിലായിരുന്നു. അന്ന് ക്ലാസ് എടുത്തിട്ട് പയ്യെ മയം കിടക്കുന്ന സമയത്താണ്. സാറ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും അല്ല കവിത, നീ നല്ല വൃത്തത്തിൽ കവിത എഴുതണമെന്ന് പറഞ്ഞ് എനിക്ക് രണ്ടിട്ട് തന്ന് രണ്ടടി. ഞാനിങ്ങനെ ഇളിഫനാകി. കൂട്ടുകാരില്ലേ അസൂയ മുത്തിരുന്ന കൂട്ടുകാരെല്ലാം അവിടെ കൂവി വിളിച്ച് ഞാനാകെ ഇളിഫനായി ഓടി വന്നിരുന്ന് കരഞ്ഞു. കാരണം ഇതിൽ വലിയ നാണക്കേട് വേറെ ഇല്ലല്ലോ. ഞാൻ അന്നേരം ഒരു പ്രതിജ്ഞ എടുത്ത് സാറ് പറഞ്ഞ കണക്ക് വലിയ കവിത ഞാൻ വൃത്തത്തിൽ എഴുതി ഞാനൊരു മഹാകവിയാവുമെന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തു. പക്ഷേ അന്ന് എളിഫ്യത്വം കൊണ്ട് ഞാൻ കവിത എഴുതിയില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കത്തില്ല. അന്നേരം നമുക്ക് തിക്തമായി എന്ത് അനുഭവം വന്നാലും നമ്മൾ പരാജയപ്പെടരുത്, നമ്മൾ കൊണ്ട് കയറണം. നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഊർജ്ജത്തോടെ തിരിച്ചു വരാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സൊക്കെ എന്ന് പറയുന്നത് ഈ തീയേക്കായും ജ്വലിക്കുന്നതാ, ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്നതാ. നമുക്ക് ഏത് കാര്യങ്ങളും ഇവിടെ നിന്നുകൊണ്ട് സ്വപ്നം കാണാൻ പറ്റും. നിങ്ങൾക്ക് ചന്ദ്രനെ കാണാം, സൂര്യനെ കാണാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനാകുന്ന കണക്ക് നിങ്ങളുടെ ബോധവും ഈ പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ഉടനെ വീണ്ടും ഒരു കവിത എഴുതി, അപ്പൂപ്പൻ താടി. അതിങ്ങനെ ആയിരുന്നു. കാറ്റിൽ നീ പാറിപ്പറക്കും, പിന്നെ വാനിലേക്കങ്ങു നീ പൊങ്ങും, പിന്നാലെയോടും കിടാങ്ങളെ നോക്കി നീ ഉല്ലാസവാനായി ചിരിക്കും. സൂര്യബിംബത്തിനടുത്തോ അതോ നക്ഷത്രജാലത്തിലേക്കോ പൊങ്ങിപ്പറന്നു പോകുന്നു, മണ്ണിൽ നീ വീണ്ടും വരില്ലേ. രണ്ടാമത്തെ കവിത എഴുതപ്പോൾ എനിക്ക് ഭയങ്കര എന്നോട് തന്നെ ഒരു ഭയങ്കര അഭിമാനം തോന്നി. നമുക്കൊരു കവിത എഴുതുമ്പോഴും നമുക്ക് അപ്രാപ്യമായ, കാരണം ഇത് അരൂപി അല്ലെങ്കിൽ അദൃശ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു കവിതയാണ് ഈ കവിത. അതുവരെ ഇല്ലായിരുന്നു ആ കവിത. അത് നമ്മുടെ കഴിവാണ്. വാക്കുകൾ വെച്ചൊരു മായാജാലമാണ് തീർക്കുന്നത് അല്ലേ. ഒരു അപ്പൂപ്പൻ താടി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. ഞാൻ അന്നേരം എൻ്റെ ചേച്ചി ഇതിങ്ങനെ കാണിക്കും. ചേച്ചി എടുത്ത് നോക്കിയിട്ട് കൊള്ളാമല്ലോടാ ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, അത് പിന്നെ ഞാൻ നോക്കിയില്ല, എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കവിത എഴുതി. കാരണം ഞാൻ പറഞ്ഞു അവിടെ അഷ്ടമുടിക്കായലാൽ ചുറ്റപ്പെട്ട സ്ഥലമാണല്ലോ. ഞാൻ തോണിയെന്നും പറഞ്ഞു, വഞ്ചി തോണിയെന്നും പറഞ്ഞൊരു കവിത എഴുതി. അതിങ്ങനെയാണ്. തിരമാലകളിൽ പൊങ്ങിത്താണും കുസൃതിക്കാറ്റത്താടിയുലഞ്ഞും അമരക്കാരനോടരിശമുരച്ചും തുര പറയും വഴി നേർവഴിയാക്കി പായും തോണിയിൽ അല്പം ജീവിത ഭാരവുമേന്തി തുഴയുന്നു ഞാൻ. തിരമാലകളിൽ പൊങ്ങിത്താണും കുസൃതിക്കാറ്റത്താടിയുലഞ്ഞും അമരക്കാരനോടരിശമുരച്ചും തുഴ പറയും വഴി നേർവഴിയാക്കി പായും തോണിയിൽ അല്പം ജീവിത ഭാരവുമേന്തി തുഴയുന്നു ഞാൻ. ആ കവിതയും ഞാൻ ചേച്ചിയെ കാണിച്ചു. ഞാൻ അവിടെ ഇട്ടിട്ട് പോയി. ഒരു ദിവസം ഇങ്ങനെ ചേച്ചി ഒരു 2 മാസമൊക്കെ കഴിയും. ചേച്ചി ഇങ്ങനെ ഒരു മാതൃഭൂമി വാരിക എടുത്ത് കാണിച്ചിട്ട് എൻ്റെ പേര് അതിനായിട്ട് ശാന്തനച്ചെന്ന എൻ്റെ ഇൻഷ്യൽ തോണി കവിത അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ട്, ഏയ് നോക്കിയേ ദേ നിൻ്റെ പേര് മാതൃഭൂമിയിലാണ്,
നോക്കിയേ, അതാ തോണി നിൻ്റെ. ഞാനിങ്ങനെ നോക്കി, ദൈവമേ, എൻ്റെ പേര് മാതൃഭൂമി വാരികയിൽ അടിച്ചു വന്നിരിക്കുന്നു. ഞാനറിയാതെ എൻ്റെ ചേച്ചി എടുത്ത് അതങ്ങ് പോസ്റ്റ് ചെയ്ത് മാതൃഭൂമിക്ക്. അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ അന്ന് നോക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്നെ ഒരുപക്ഷെ വീണ്ടും കവിയാക്കിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഒന്ന് ചോദിച്ചു, എന്താണ് ജീവിതത്തിൽ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ജീവിതഭാരവും എന്തി തുഴയുന്നു എന്നൊക്കെയാണ് എഴുതിയതെന്ന് അദ്ദേഹം ചോദിച്ചിട്ട് പിന്നൊരു കാര്യം കൂടെ ചോദിച്ചു. ഒരു കാര്യം പറഞ്ഞു, ഇത് ശ്രദ്ധിക്കണം. ഞാൻ അതിനകത്ത് എഴുതിയത് അമരക്കാരനോട് അരിശം പറഞ്ഞുമെന്നായിരുന്നു. അദ്ദേഹം അത് മാറ്റി പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ അമരക്കാരനോട് അരിശം ഉരയ്ക്കുക എന്ന് പറഞ്ഞാലും പറയുക എന്നാണ്. ആ ഉരയ്ക്കുക എന്ന് വന്നപ്പോൾ ഈ വാക്കുകൾ അങ്ങ് നന്നായിട്ട് അമരക്കാരനോട് അരിശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചേരത്തില്ല. അമരക്കാരനോട് അരിശമുരച്ചും എന്നിട്ട് രണ്ടുകൂടെ അങ്ങ് വിളങ്ങി ചേർന്ന്. അങ്ങനെ വാക്കുകൾ ചേർക്കാനുള്ള പാഠം എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. അന്നേരം നിങ്ങളെല്ലാം ഓർത്തോളം, നിങ്ങൾ കവിത എഴുതുമ്പോൾ രണ്ട് വാക്കുകളെ നമുക്കങ്ങ് ചേർക്കാം. അങ്ങ് വിളക്കി ചേർക്കുമ്പോൾ അവിടെ ഒരു പുതിയ തിളക്കം ഉണ്ടാകുന്ന മഹാകവികളൊക്കെ പറയുന്നത്. രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഒരു വലിയ തിളക്കം. ആ തിളക്കം സൃഷ്ടിക്കാനായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടും കവിത എഴുതിക്കും. കാരണം ആ അശുവായ ഞാൻ കവിയായി നിങ്ങളുടെ മുന്നിൽ വന്നെങ്കിൽ നിങ്ങളൊരു 50 കവികൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി. എല്ലാവർക്കും സാധിക്കും. അതിന് വേണ്ടുന്ന ഒരു മനസ്സും വായനയെ മാത്രം മതി. അതിൽ ഞാൻ പിന്നെ അന്ന് തൊട്ട് ഈ കവികൾ വന്ന് കവിത വലിയതിന് ശേഷം ഞാൻ ചെയ്തെന്ന് പറയുന്നത് കവിത വായന അങ്ങ് തുടങ്ങി. കിട്ടുന്ന കവികൾ ബാലരമയും പൂമ്പാറ്റയും എല്ലാം കിട്ടുന്ന കവിതകൾ അങ്ങ് വായിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് ഭാഷാ പഠനമൊന്നും വേണ്ട. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മൾ മലയാള ജീവിതത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്നവരാ. അതിന് ഭാഷ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ജനിപ്പിക്കുമ്പോൾ അമ്മ വിളിച്ച കുഞ്ഞേന്ന് പറയുന്ന വാക്ക് തൊട്ട് നമ്മൾ ഓരോ വാക്കും സ്വാംശീകരിക്കുകയാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പേടി കുഞ്ഞുങ്ങളോട് സംസാരിക്കാനാണ്. ഞാൻ എന്തെങ്കിലും അനാവശ്യമായി ഒരു വാക്കോ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സെൻറ്റൻസോ ഉപയോഗിച്ചാൽ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ആഗിരണം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതങ്ങ് നടപ്പാക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴാണ് എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ അച്ഛനും അമ്മയും അധ്യാപകരായാലും ഒരു നെഗറ്റീവ് വാക്ക് പോലും ഈ കുഞ്ഞുങ്ങളുടെ എടുക്ക പറയരുത്. അത് ഭയങ്കരമായിട്ട് അങ്ങ് അബ്സർവ് ചെയ്യും ഈ സാധനം. മനസ്സിലായില്ലേ? അതുകൊണ്ട് വാക്കുകളെ ഉപാസിക്കുന്നവരാ കവി. ആ കവികളാകാനാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അന്നേരം ഞാനങ്ങനെ മാതൃഭൂമിയിൽ എൻ്റെ കവിത വന്നപ്പോൾ ഞാനങ്ങ് കവിയായി. പിന്നെ കവിയായിട്ട് ഞാനങ്ങ് നടിക്കുകയായിരുന്നു. കാരണം എനിക്കൊരിക്കലും അപ്രാപ്യമായ ഒരു സ്ഥലത്ത് എൻ്റെ കവിത അച്ചടിച്ച് വന്നു. പിന്നീട് ഞാനിങ്ങനെ കോളേജിൽ പോയപ്പോൾ നമ്മുടെ KP അപ്പൻ സാറൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. അവിടെ വെച്ചും ഞാൻ ആ കവിത എഴുതി. അദ്ദേഹമാണ് എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചത്. പിന്നീട് എല്ലാ സ്ഥലത്തും എൻ്റെ കവിതകൾ ഇങ്ങനെ ഞാനത് നമ്മളങ്ങ് എഴുതുക, തച്ചനിരുന്ന് എഴുതുക. ആദ്യം ചിലപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നതൊന്നും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. നമ്മൾ എഴുതിയിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കുക. അതിൽ നേരത്തെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാണ് വാക്കുകൾ മാറ്റി പ്രതിഷ്ഠിക്കുക, നല്ല വാക്കുകൾ ഉപയോഗിക്കുക, മറ്റാരും ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുക, മറ്റാരും പറയാത്ത രീതിയിൽ കവിത എഴുതുക. നമ്മൾ വ്യത്യസ്തരാവണം എല്ലാവരും, അല്ലേ? കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം ആരുടെയും ഫിംഗർ പ്രിൻ്റ് ഒരുപോലെ ആക്കിയിട്ടില്ല, അല്ലേ? നമ്മൾ ചെയ്യുന്ന കണക്ക് നമ്മുടെ കൂട്ടുകാരനോ ലോകത്ത് ആർക്കോ എന്തോ കാണത്തില്ല, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് കാണത്തില്ല. അതുപോലെ നമ്മുടെ കവിതയും നമ്മൾ വ്യതിരിക്തമാകണം. കാരണം ഓരോ വലിയ കവികളും അങ്ങനെയാണ് കവിത എഴുതിയിരിക്കുന്നില്ലേ? കുമാരനാശാൻ എഴുതുന്ന കണക്കാണോ വള്ളത്തോൾ എഴുതുന്നേ? അല്ല. അതേ കണക്കാണോ നമ്മുടെ ചെറുശ്ശേരി എഴുതുന്നേ? അതേ കണക്കാണോ ഈ പുതിയ കവി ഞാൻ എഴുതുന്നേ? അല്ല. നമ്മൾ ആദ്യം ആരെയെങ്കിലും അനുകരിച്ച് തന്നെ ആയിരിക്കും എഴുതുന്നത്. അതിലൊരു കുറ്റമില്ല. എഴുതി 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 നമ്മളിങ്ങനെ വാക്കുകൾ മാറ്റിയും പ്രമേയങ്ങൾ മാറ്റിയും നമ്മൾ വ്യത്യസ്തരാവാൻ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുക. എഴുതുക എന്നുള്ള ഒരു സംഭവം അതേ കണക്ക് തന്നെ വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കവിതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് എഴുതി 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 കൈ മുറിയുമ്പോൾ പിന്നെ വരുന്നത് നല്ല തീക്ഷ്ണമായ ചോരയായിരിക്കും. മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന ചോരയായിരിക്കും ഈ തൂലിക തുമ്പിക്കുള്ള ഇരുന്നത്. മനസ്സിലായില്ലേ? അന്നേരം വായിക്കുക, നന്നായിട്ട് എഴുതുക. ഇഷ്ടമുള്ള വിഷയം. ഞാനന്ന് തോണിയൊക്കെ എടുത്തങ്ങ് കൈകാര്യം ചെയ്തില്ലേ? തോണിയും അപ്പൂപ്പന്താടിയും. ഒരാൾ എഴുതിയെന്നും പറഞ്ഞ് നമുക്ക് എഴുതാതിരിക്കേണ്ടതൊന്നുമില്ല. നമ്മുടെ രീതിയിലായിരിക്കും നമ്മുടെ കവിത എഴുതുക. എഴുതി എഴുതി കൈ മുറിയ എഴുതുക. എഴുതുമ്പോൾ നല്ല തീക്ഷ്ണമായ വരികൾ
വരും, ഉറപ്പാണ്. കാരണം നമ്മൾ ഉപാസിക്കുന്നത് കാവ്യദേവതയാണ്. അരൂപത്തിൽ നിൽക്കുന്ന ആ കാവ്യദൈവത്തെ നമ്മളിലൂടെ ആവാഹിച്ചാണ്. അത് ശാസ്ത്രകാരന്മാർ വരെ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ കവിത എഴുതുന്ന ആൾക്ക് ഒരു ക്യൂറുണ്ട് ശരീരത്തിന്. നല്ല ഈ കവിത എഴുതുന്ന അപ്പൂപ്പന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നല്ല ഗ്രേസ് ഉള്ളവരാ. അവരുടെ മുഖത്ത് ദേഷ്യമോ ഇതൊന്നും കാണത്തില്ല. നല്ല നമുക്കൊന്ന് തൊടാൻ തോന്നും, ഒരു കുഞ്ഞിനെ തൊടുന്ന കണക്ക്. ഇപ്പോൾ അയ്യപ്പ പണിക്കരെയൊക്കെ കണ്ടിട്ടുണ്ടോ, ONV കണ്ടിട്ടുണ്ടോ? ആരെയായാലും കണ്ട അവരുടെ മുഖത്ത് ഇപ്പോൾ കുഴിപ്പുഴ ശ്രീമാനെയൊക്കെ കണ്ടാൽ നമുക്ക് പോയി കെട്ടിപ്പിടിക്കാൻ തോന്നും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവർ എല്ലാവരെയും സ്നേഹിക്കുന്നവരും മനസ്സിൽ സ്നേഹമുള്ളവരും സത്യത്തെ സ്നേഹിക്കുന്നവരാണ്. സത്യസന്ധതയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഉണ്ട് കവിത കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കവിത എഴുതുന്ന ആൾക്ക് ശരീരത്തിനും നല്ലത്, വായിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും നല്ലതാണ്. കവിത വായിക്കുന്നവർക്കും പ്രത്യേകതയാണ്. കവിത വായിച്ച് കവിത എഴുതാൻ ശ്രമിച്ചാൽ നിങ്ങളെല്ലാം പരിശുദ്ധരാകും, നല്ലവരാകും. നിങ്ങൾക്ക് അസുഖമൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പിടികൂടത്തില്ല. കാരണം നിങ്ങളിൽ ആ ഒരു ഊർജം, ഒരു അതീതമായൊരു ഊർജ്ജം നിങ്ങളിലൂടെ പ്രവഹിക്കുക. അത് ഫിലിപ്പ് സാംബ്ലോം എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ശാസ്ത്രകാരൻ കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ നല്ലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ വലുതാകുമ്പോൾ വായിക്കണം, ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസീസസ് എന്നാണ്. കാരണം അസുഖങ്ങൾ ചിലതൊന്നും വരില്ല നമ്മൾ ഈ എഴുതിക്കൊണ്ടേ ഇരിക്കുമ്പോഴും. അത് നല്ല ശ്രദ്ധയോടെ ധ്യാനമഗ്നമായി ഇരുന്ന് വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കവിത എഴുതാം, അല്ലാതെ കുറേ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളൊന്നുമില്ല. എല്ലാവർക്കും എഴുതാം. പക്ഷേ അവർ ജനക്കൂട്ടത്തിന് മുമ്പേ നടക്കുന്നവരാണ്, അവർ ദീർഘദർശികളാണ്. അവർ പുതിയ കൽപ്പനകൾ പറയും. പക്ഷേ ആദ്യം കേൾക്കാൻ വിസമ്മതരായിരിക്കും നമ്മുടെ സമൂഹം. പക്ഷേ അവസാനം നമ്മളിലേക്ക് അടിവറ പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കവിയാവാനാണ് നിങ്ങളെല്ലാം ശ്രമിക്കുക. എഴുതുക, എല്ലാവർക്കും എഴുതാം. അത് ഗദ്യം. ഇപ്പോൾ കവിയാവാൻ പറ്റിയില്ലേ കഥ എഴുതാം, കഥ എഴുതാൻ പറ്റിയില്ലേ നിങ്ങൾക്ക് ഉപന്യാസം എഴുതാം. ഒരക്ഷരം എഴുതാൻ കഴിയുക, സ്വന്തമായിട്ട് 2 വാക്ക് എഴുതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അപാരമായ കഴിവാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അങ്ങനെ കഴിവുള്ളവർക്ക് ഇതാ ജനക്കൂട്ടത്തെ മുമ്പിൽ വന്ന് ഇങ്ങനെ നല്ല നെഞ്ചമിരുന്ന് നിന്ന് വർത്താനം പറയാനും പറ്റും. അതേ കണക്ക് നിങ്ങൾ കവിത ചൊല്ലുന്നവരൊക്കെ ഉണ്ട് ഇവിടെ വന്നിന്ന് നമുക്ക് കവിത ചൊല്ലണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കവിത ചൊല്ലിക്കും, അതിനൊക്കെ തയ്യാറായിരിക്കണം. ഈ ഭാഷ പഠിക്കാനായിട്ട് നമ്മൾ കവിത മാത്രം പഠിച്ചാൽ മതി. അതേ കണക്ക് തന്നെ ആദ്യം താളത്തിൽ തന്നെ ചൊല്ലിത്തുടങ്ങണം. ഈ താളമുള്ള കവിതകൾ ചൊല്ലുമ്പോൾ ഈ കവികളുടെ താളം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നമ്മളൊരു കവിത എഴുതുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ഈ നമ്മുടെ മനസ്സിൻ്റെ ഫാക്ടറിയിൽ അതിങ്ങനെ ഒലഞ്ഞിട്ട് ഒരു നദോന്നത വൃത്തമായോ മഞ്ചരി വൃത്തമായോ അല്ലെങ്കിൽ തുള്ളൽപ്പാട്ടായോ ഒക്കെ നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാനിങ്ങനെ ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോയത് ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും കെമിസ്ട്രിയൊക്കെയാണ്. പക്ഷേ ഞാൻ കവിത വായിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും എനിക്ക് അതിൽ അക്കാഡമിക്കായിട്ടല്ല, പക്ഷേ എൻ്റെ ഏകദേശം 7 പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും പുതിയ പുസ്തകം നീലധാര എന്നാണ്. അത് ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ അർത്ഥം ഈ മലയാള ഭാഷാ പഠനമൊന്നും വേണ്ട, നിങ്ങളൊരു കവിയായിരുന്നാൽ മതി. പക്ഷേ അത് ഉൾക്കൊള്ളാനും എഴുതാനും അതിനുള്ള മനസ്സും നന്മയും സ്നേഹവും ഒക്കെ ഉള്ള സ്ഥലത്ത് കഥ എഴുതാം. നിങ്ങൾക്ക് ഒരുപക്ഷെ വഴങ്ങുന്ന നോവലായിരിക്കും, നോവൽ എഴുതുക. നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങൾ അനുഭവങ്ങൾ എഴുതാനുള്ളവരാണ് എല്ലാവർക്കും എഴുതി തുടങ്ങണം. അതിനകത്തൂടെ ലോക നന്മയ്ക്ക് വേണ്ടി നമുക്കെല്ലാം ഉപാസിക്കണം. അന്നേരം എല്ലാവരും കവിത എഴുതുമോ? ഇല്ലേ? അന്നേരം ഈ ആളുകൾ ചോദിക്കും എന്താണ് ഈ കവിതയുടെ ഉപയോഗം? അത് ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ നല്ല മനുഷ്യരാവാനും നല്ല സംസ്കാരം കെട്ടിപ്പടുക്കാനും നല്ല മനുഷ്യരാവണം. നല്ല മനുഷ്യരാവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇരുന്ന് അറിയാതെ ഒന്ന് തട്ടിയാൽ പറയും പോടാ അവിടുന്ന്, ഒരടി അങ്ങ് കൊടുക്കുക. അങ്ങനൊന്നുമല്ല. അവൻ അറിയാതെ തട്ടിയതാണെന്നും അവൻ നമ്മൾ ഉപദ്രവിക്കാൻ തട്ടിയതല്ല എന്നും മനസ്സിലാക്കുകയും അവനെ സ്നേഹിക്കുകയും കൂടെ പിടിച്ചു നിർത്തുമ്പോഴാണ് നമ്മൾ കവിയാവുന്നത്, അല്ലെങ്കിൽ നല്ല മനുഷ്യരാവുന്നത്. എല്ലാവരും ഇപ്പോൾ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോയി, അന്നേരം അവൻ എന്നെ നോക്കിയില്ല, അവന് ഞാൻ 2 കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞല്ല പോകണ്ടേ. ഓരോരുത്തരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് അവരോട് സ്നേഹത്തോടെ പെരുമാറുക, നല്ല സംസ്കാരമുള്ളവരാകുക, നല്ല സ്നേഹമുള്ളവരാകുക. ക്രിസ്തുവും നമ്മുടെ ബുദ്ധനും ഗാന്ധിജിയൊക്കെ അതല്ലേ പറഞ്ഞേ. അങ്ങനെ നല്ല മനുഷ്യരാകുമ്പോൾ ഹൃദയം തെളിഞ്ഞ് നല്ല കവിതകൾ വന്ന് നല്ല കവികളായി നിങ്ങളെല്ലാവരും മാറും. വായിക്കണം, കവിത വായിച്ചാൽ മതി. കവിതാ പുസ്തകം കിട്ടിയ എടുത്തുകൊണ്ട് വെച്ച് വായിക്കുക. കവിത സാഹിത്യത്തിൻ്റെ റാണിയാണ്.
കാരണം കവിത വഴങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ എന്തും വഴങ്ങും. എന്തും വഴങ്ങുമെന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മാത്രമല്ല, ചിത്രകലയും വഴങ്ങും. നിങ്ങൾ ഒരു വലിയ, അതാ സാഹിത്യത്തിൻ്റെ റാണി എന്ന് പറയുന്നത്. കവിത വഴങ്ങുന്നവർ എന്ത് ചെയ്താലും അതിനൊരു കാവ്യാത്മകത കാണും. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, ഇപ്പോൾ സർജനാണെ നന്നായിട്ട് തുന്നി വെക്കും. ഒരു ചെരുപ്പ് കുത്തിയാണെങ്കിലും നന്നായിട്ട് കവിത, നന്നായിട്ട് എന്ത് ചെയ്യുന്നവരും കവികളാണ്. എന്ത് നന്നായിട്ട് ചെയ്താലും, നമ്മുടെ ഒരു ക്ലാർക്ക് പണി ചെയ്യുമ്പോഴും ചിലരുടെ ചെന്ന് നോക്കുമ്പോൾ നല്ല അക്ഷരമായിരിക്കും, നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചിലർ ഈ ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ മൊത്തം ഉപയോഗിക്കുന്നത്. ഈ ഇംഗ്ലീഷ് വാക്കുകളെ മൊത്തം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത്. അത് കാരണം അയാളിൽ കവിത്വമുണ്ട്, അയാളിൽ നന്മയുണ്ട്, അയാൾക്ക് നല്ലതായിട്ട് തന്നെ പ്രദർശിപ്പിക്കണമെന്നുണ്ട്, മറ്റുള്ളവരിൽ താൻ വ്യതിരിക്തനാണെന്ന് കാണിക്കണമുണ്ട്. അതാണ് കവി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെ ചെന്നാലും വിജയിക്കാൻ നിങ്ങൾ കവികളായി മാറുക. മാത്രവുമല്ല, ആഴമുള്ള കവിതകൾ വായിക്കണം. കുമാരനാശാനൊക്കെ പറഞ്ഞ കണക്ക് സ്നേഹമാണഖില സാരമൊഴിയിൽ, സ്നേഹത്തെ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. അത്രയ്ക്ക് അതിനപ്പുറത്തൊരു മതമില്ല എന്ന് നമ്മുടെ ഉള്ളൂർ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ഭക്ത്യനുരാഗദയാതി ഭവുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. നിങ്ങളെല്ലാം ഈ പാരിന് പ്രകാശം തീർക്കുന്നവരാകണം. നിങ്ങൾ ഈ നന്മയുള്ളവരാവണം. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നവരാവണം. നമുക്ക് വലിയ പ്രധാനമന്ത്രിയൊന്നും ആവണ്ട. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നവരും ആയി മാറണം എന്നാണ് എൻ്റെ അപേക്ഷ. അതിനാണ് ഞാൻ രാവിലെ ഇവിടെ വന്ന് നിങ്ങൾക്കൊക്കെ പറയുന്നത്. കാരണം 10 കുഞ്ഞുങ്ങൾ നല്ലവരായി മാറുക, ഒരു സമൂഹത്തെ നന്നതാക്കി മാറ്റുക, നല്ല സംസ്കാരമുള്ളവരാവുക. നമ്മുടെ സംസ്കാരത്തെ ഇപ്പം ലോകത്തുടനീളം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ അത്? നമ്മുടെ കാനഡയിലും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ അടിച്ചു ഓടിക്കുക. എന്താണെന്നറിഞ്ഞോ? അവിടെ ചേട്ടന്മാരെ ഇപ്പം അങ്ങോട്ട് കയറ്റുന്നില്ല, ചേച്ചിമാർക്കും ആർക്കും അങ്ങോട്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. എന്താണെന്നറിയാമോ? അവിടെ നമ്മുടെ ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളിൽ ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ഒരു ബാത്റൂമിൽ കയറിയാൽ ഫ്ലഷ് ചെയ്യണമെന്നുള്ള ആദ്യ പാഠം നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. വന്ദേ ഭാരത് പോലുള്ള ഒരു വണ്ടിയിൽ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു സുന്ദരൻ സന്തോഷ് കുമാർ കെ. ഇത് ഈ ചേട്ടന്മാർ പോയി അവിടെ അപ്ലൈ ചെയ്തു. ടോയ്ലറ്റ് മാനേഴ്സ് ഇല്ല, പബ്ലിക് കംഫർട്ടേഷനിൽ പോയാൽ ഫ്ലഷ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അവിടെയും വന്ദേ ഭാരതിനേക്കാളും ഗംഭീര വണ്ടികളാണ്. അതിനകത്തൊക്കെ പേരൊക്കെ ഇങ്ങനെ ചുരണ്ടി എഴുതും. അതേ കണക്ക് മുറുക്കിയിട്ട് അവിടുത്തെ പബ്ലിക്കായിട്ട് കാറി തുപ്പിയിട്ട് പോകും. അവരൊന്നും ചെയ്യത്തില്ല. സായിപ്പുമാരെല്ലാം നല്ല നീറ്റാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെയ്തികൾ, അതേ കണക്ക് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞു കൊടുക്കും. കാരണം അവൻ എൻജിനീയറിങ് കഴിഞ്ഞോ MBBS കഴിഞ്ഞോ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞോ പോകുന്നിടം വരെ അവൻ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടില്ല. അവൻ പോയി ഇത് വലിച്ചെറിയാൻ തുടങ്ങി. സായിപ്പ് അസഹിഷ്ണുവായി, സായിപ്പ് പിടിച്ച് അടി കൊടുക്കാൻ തുടങ്ങി. സായിപ്പിൻ്റെ വലിയ കൈ കൊണ്ട് അടിയൊക്കെ ഇഷ്ടം പോലെ പേർക്ക് കിട്ടി. പോലീസ് നമ്മുടെ പക്ഷം നിൽക്കുന്നുവെങ്കിലും നമ്മുടെ സംസ്കാരമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടതുകൊണ്ടാണ് ആദ്യം സ്കൂളുകളിൽ ടോയ്ലറ്റ് മാനേഴ്സും ഈ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും നമ്മളൊരു ബാത്റൂമിൽ കയറിയാൽ നമ്മൾക്ക് ശേഷം വരുന്ന ആളിനെ ഒന്ന് കരുതുക. 1 or 2 ചെയ്താൽ ഫ്ലഷ് ചെയ്തേക്കുക, വരുന്നവൻ സ്വസ്ഥമായി. അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഈ വേനടാ എന്നും പറഞ്ഞ് മൂക്കും പൊത്തിക്കൊണ്ട് അകത്ത് കയറുന്ന അവസ്ഥ നിങ്ങളാരും ഇനി ഉണ്ടാക്കരുത്. കാറി തുപ്പാതിരിക്കുക. ഒന്നുമല്ലെങ്കിൽ സ്പിറ്റോൺസ് ഒന്നും ഇല്ല, തുപ്പികളൊന്നും ഇല്ലെങ്കിൽ ആരും വരാത്ത ഒരു സ്ഥലത്തേക്ക് ഒഴിഞ്ഞു തുപ്പാൻ ശ്രമിക്കുക. കാറി ഇരുന്നൊക്കെ തുപ്പുന്ന കാണാം ഭയങ്കരമായിട്ട്. കാറിങ്ങനെ വിൻഡോ താഴ്ത്തിയിട്ട് ഒറ്റ തുപ്പ്, ബാക്കി പുറകെ വരുന്ന എല്ലാ ബൈക്കുകാരൻ്റെയും തലവഴിയെ ഇങ്ങനെ തുപ്പൽ. വീണ്ടും വിദ്യാഭ്യാസം ഉള്ളവരാ, ഇവരെ ഇത് പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ കാറി പബ്ലിക്കായിട്ട് തുപ്പരുതെന്ന്. അതുകൊണ്ടാണ് അവിടെ കിടന്ന് അടി മേടിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് അടി മേടിച്ചു, കാനഡയിൽ നിന്ന് അടി മേടിച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞ് ഈ പാൻ ചവയ്ക്ക് നമ്മുടെ വടക്കേന്ത്യയിലുള്ള അണ്ണന്മാർ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം തുപ്പി വൃത്തികളാക്കി വെച്ച് പിടിച്ച് സായിപ്പന്മാർ നല്ല ഇടി കൊടുത്തു. കാരണം ഇവന്മാരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നല്ല ഇടി കൊടുത്ത് പ്രശ്നമായി. അവിടെ അതങ്ങ് വർഗീയ പ്രശ്നമായി. അത് സംസ്കാരമില്ലാത്തതിൻ്റെ ലക്ഷണം. അതാണ് കവിത വായിക്കുക, സ്നേഹമുണ്ടാകുക, വ്യക്തി ശുചിത്വം ഉണ്ടാകുക. അത്തരത്തിൽ നമ്മൾ പര്യാപ്തപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ലത് വായിക്കുക,
നല്ല പഠനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ കവിതകൾ, നമ്മുടെ ഈ മഹാകവികളെല്ലാം നിങ്ങൾക്ക് ആദ്യമൊന്ന് വഴങ്ങിയില്ലെങ്കിലും അത് വായിച്ചുള്ളോട്ട് ചെല്ലുമ്പോൾ നല്ല നമ്മുടെ ജീവിതത്തെ ധ്യാനമഗ്നമാകുന്ന, നമ്മളെ മധുരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന കൊമേഴ്സ്യൽ സിനിമകളിൽ ഞാൻ ഈ പ്രാവശ്യം അടുത്ത് കണ്ട ഒരു ട്രെയിനിയിട്ട് ഒരു 50 പേരെ മാരകമായി കൊല്ലുന്ന സിനിമയാണ് 50 ഭയങ്കര 100 ദിവസം ഹിറ്റായി തോന്നിയത്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം അതാ കാണുന്നത്. ഈ ക്രൂരത കണ്ടു പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആരും ഈ സെൻസർ ബോർഡൊന്നും ഇതാരും നോക്കുന്നില്ല. ഒരു സിനിമയിൽ ഞാൻ കണ്ട ഇന്ത്യൻ പാർലമെൻറ്റ് കയറി തച്ച് തകർക്കുകയാണ് നായകൻ. ഇന്ത്യൻ പാർലമെൻറ്റ് കയറി തച്ച് തകർക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കടുവയും പുലിവായിട്ടൊക്കെ വരുന്നത്. മൃഗീയ വാസനകളിലൂടെ ഉണ്ടാക്കുന്ന സിനിമകളാണ് നമ്മൾ കാണുന്നത്. എൻ്റെ മോനുമായിട്ട് മുമ്പ് പറയും, മോനെ ഇത് സിനിമയാണ്, അവന് ഈ സിനിമ RDX എന്നൊക്കെ പറയുന്ന സിനിമകൾ കാണാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഇവിടെ ഓടുന്നത് മനുഷ്യരഹിതമായി മനുഷ്യനെ കൊല്ലുന്ന സിനിമയാണ്. ഇത് നോക്കാൻ ആരുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് കാണിക്കരുത്. അവർക്ക് ഇതിൽ നിന്നും ഭയം മാറിയിട്ട് അടുത്തവനെ എങ്ങനെയെങ്കിലും തമസ്കരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സിനിമകൾ കാണിക്കരുത്. ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരും. ജീവിതത്തിൻ്റെ നല്ല ജീവിതഗന്ധിയായ സിനിമകളാണ് ഇവരെ കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലായി ഇത് നമ്മുടെ ഒരു തരത്തിലും ഒരു കാര്യങ്ങളും പഠിപ്പിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ നിരോധിക്കേണ്ടതുണ്ട്. ഞാൻ പല വേദികളിലും പറയാറുണ്ട്, കൊണ്ടുപോയി കാണിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടും ക്രിമിനൽസായിട്ടേ വരുത്തുള്ളൂ. മീശ പിരിച്ച് കാണിക്കുക, പിരിച്ചിട്ട് മറ്റവനും പിരിക്കുക, ഇടി കൊടുക്കുക, കത്തിയെടുത്ത് കുത്തുക, കഴുത്ത് വെട്ടുക, തല ആടിച്ചങ്ങ് പൊട്ടിക്കുക. ഇത് ഇവരിൽ ആ ഭയം ഇല്ലാതാക്കുകയും ഇവരും കൊടും ക്രിമിനൽസ്. നിങ്ങളാരും അതിന് നിൽക്കാതിരിക്കുക. നല്ല കഥകൾ വായിക്കുക, നല്ല കവിതകൾ വായിക്കുക, മനുഷ്യത്വമുള്ളവരാവുക എന്ന് അതിനെതിരായിട്ടാണ് നമ്മുടെ സമൂഹം പൊക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സെലിബ്രിറ്റി സിനിമാക്കാരെന്ന് പറഞ്ഞാൽ അവരെ കയറ്റി. അതിനേക്കാളും വലിയ മുകുന്ദൻ വന്നപ്പോൾ ഇവിടെ ആൾക്കൂട്ടം ഉണ്ടായില്ല. ടൊമിനോ വന്നപ്പോൾ ഉള്ള നിങ്ങൾ കണ്ടു. അവൻ കാണിച്ച അവസാനം വന്ന തിരുമയിൽ അരുംകൊല നടത്തുന്ന വിഷയങ്ങളും മറ്റുള്ളവരെ തമസ്കരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടേ. അത് നിങ്ങൾ തിരിച്ചറിയണം. കവികൾ നേരത്തെ കാണാം. ഞാനൊരു കവിയായതുകൊണ്ടാകാം, കാരണം വരാൻ പോകുന്ന നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന തിക്തമായ പ്രശ്നങ്ങളെ കവികളും എഴുത്തുകാരും തിരിച്ചറിയും. അതുകൊണ്ടാണ് ഈ നിയമസഭ, നമ്മൾ സ്പീക്കറെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. ലോകത്തെങ്ങും ഇങ്ങനൊരു പരിപാടി നിയമസഭയിൽ നടത്തുന്നില്ല. എഴുത്തുകാരെ കൊണ്ടുവരികയും എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരികയും ആ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും അത് നമ്മുടെ നാടിന് ഉന്നതി ഉണ്ടാക്കുകയും, അതുകൊണ്ടല്ലേ നമ്മളെല്ലാം വന്നിരിക്കുന്നത്. അന്നേരം നാടിന് ഉന്നതി ഉണ്ടാക്കുകയും നല്ലതുണ്ടാക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മളെ ഈ നല്ല ആഴമുള്ള ഗഹനമായവ ആശാൻ കവിതകൾ പോലെ, അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ കവിതകൾ പോലെ, പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ പോലെ ഈ കവിതകൾ എടുത്ത് വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നൊന്ന് വീണാൽ നമ്മളെ ഈ ഒരു ചിലപ്പം 4 വരികൾ 2 വരികൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മളെ ഉണർത്തിയിരുത്തും, നമ്മളെ ധ്യാനമഗ്നമാക്കും. നമ്മൾ ജീവിതത്തെ ആലോചിച്ച് തുടങ്ങും. ഈ ജീവിതത്തെ ആലോചിക്കുമ്പോൾ നിസാരമായ ഒരു ചെറിയ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം ഒന്നുമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ തിരിച്ചറിയും. അതാ പറഞ്ഞ ആഴമുള്ളത്. ഈ സൂപ്പർഫിഷ്യലായിട്ടുണ്ട്. കൊമേഴ്സ്യൽ സിനിമ കാണുന്ന കണക്ക് കൊമേഴ്സ്യലായിട്ട് എഴുതി വെക്കുന്ന കഥകളും കവിതയുണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നും തരത്തില്ല. അത് കണ്ടു കഴിയുമ്പം നിങ്ങളിലെ കൊമേഴ്സ്യൽ സിനിമ പോലെ അഗാധമായ ജീവിതങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമകൾ കണ്ടാൽ നിങ്ങൾ അടിമുടി മാറും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ വീക്ഷണമുണ്ടാകും. നിങ്ങൾ അതുപോലുള്ള ജീവിതം സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കും. നല്ല ജീവിതങ്ങൾ സൃഷ്ടിക്കും. ആ ജീവിതം നിങ്ങളെ മഹത്തുക്കളാക്കും. അതാ പറഞ്ഞ ആഴത്തിലുള്ളവ വായിച്ചാൽ ആഴത്തിലുള്ളവ നിങ്ങളെ ധ്യാനാത്മകമാകും. ഈ ധ്യാനാത്മകം ആക്കുന്ന ധ്യാനം നിങ്ങൾക്ക് വിടുതൽ നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുക്തി നൽകും ധ്യാനം. അതിനുവേണ്ടിയാണ് ഇന്ന് എല്ലാ കഥകളും നല്ല കവിതകളും വ്യതിരിക്തമായി എഴുതേണ്ടത്. അതുപോലെ തന്നെ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വല്ലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി തെക്കന്നു മെല്ലന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ഇതാരുടെ വരികളാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരാളെന്ന് കൈവക്കിയേ. ആരുടെയാ? വെരി ഗുഡ്. അഭിജിത്തിനറിയാം.
അഭിജിത്ത് കവിയാണ് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും കാണിച്ചേ. അഭിജിത്ത് നല്ലൊരു കവിയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന നമ്മുടെ ഇവിടുത്തെ നിയമസഭ കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ അദ്ദേഹം ശശി തരൂരിനോടൊരു ചോദ്യം ചോദിച്ചു. അയാളുടെ ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട്, അന്നേരം മോനെ നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അന്നേരം 12 വയസ്സുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നില്ല ഈ കുട്ടി ചോദിച്ചത്. ഞാൻ പറഞ്ഞു, കവികൾ ദീർഘദർശികളാണ്, അവർ ജനക്കൂട്ടത്തിന് മുമ്പേ നടക്കും. അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊന്നും അവനില്ല, കാരണം ഇവൻ പറയുന്നതൊന്നും കൂടെയുള്ള കൂട്ടുകാർക്ക് മനസ്സിലാവത്തില്ല. KV പഠിക്കുകയാണ്. അന്നേരം എന്നെയും വിസ്മയമാക്കിയത് അന്ന് ശശി തരൂരിനോട് ചോദിച്ച കാര്യം അത് വൈറലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ദേ ഭാരതിൻ്റെ ഇതിന് വന്നപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഹിന്ദിയിൽ കവിത എഴുതി കാണിച്ചു. ഒരു ചോദ്യം ചോദിച്ചു, ഒരു കുട്ടിയും ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിച്ചു. ഒരു പക്ഷേ അയാളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയ ചോദ്യമായിരിക്കാം അത് നിങ്ങൾ പിന്നീട് അന്വേഷിച്ചറിഞ്ഞാൽ മതി. എന്നാൽ അഭിജിത്തിന് ഒരു വലിയ കയ്യടി എല്ലാവരും കൊടുത്തേ. അതുപോലെ നിങ്ങളെല്ലാം അങ്ങനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തരാവുക. അദ്ദേഹം പറഞ്ഞു. അതിലെ കവിതകൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ കവിയാവും. അയാൾ കുമാരനാശാൻ്റെ ആ നല്ല കവിത പോലും അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ആ കവിതയിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കാനാണ് ഞാൻ പറഞ്ഞേ. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി തെക്കുന്നു മെല്ലുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേകും നിധി കോകുലങ്ങൾ. അന്നേരം ഈ പൂക്കൾ വിരിയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, മണം പരത്താൻ വേണ്ടിയാണ്. ഈ വീട്ടിൽ മണം പരത്താൻ ഒരു പൂവും വിരിയത്തില്ല, ഒരു മരത്തിലെ കായും ഉണ്ടാകത്തില്ല. അതുപോലെ പക്ഷികളെല്ലാം പാടുന്നത് ഒരു സമൂഹത്തിന് മൊത്തം വേണ്ടിയാണ്. അതുപോലെ ഞങ്ങൾ കവികൾ കണക്കാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ഒട്ടും സെൽഫിഷായിട്ടുള്ള വർക്കല്ല അത്. അന്നേരം നമ്മൾ പക്ഷേ എന്തോ ചെയ്യും, എൻ്റെ നാടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ചവറതെക്കം ഭാഗം ഞാൻ പറഞ്ഞല്ലോ കായലാൽ ചുറ്റപ്പെട്ട ഒറ്റ വീടായിരുന്നു. ഈ പറമ്പിൽ ഒറ്റപ്പറമ്പാണ്, കാരണം അവിടെ ഒന്നും മതിലുകളില്ലായിരുന്നു. എന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഓടി 2-3 കിലോമീറ്റർ വീട്ടിലുള്ള വീട്ടിൽ വരെ അങ്ങ് പോവാം. കാരണം ഒരു വീട്ടിൽ വീഴുന്ന പുളിയും മാങ്ങയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മൊത്തം വേലി കെട്ടി അടച്ചിരിക്കുക. വേലി അല്ലെങ്കിൽ ഈ പറഞ്ഞ മതിൽ കെട്ടി അങ്ങ് അടച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഓണക്കാലം ആയാൽ അന്ന് നമ്മളൊരു പറമ്പിൽ ഇങ്ങനെ ഒത്തുകൂടുമായിരുന്നു എല്ലാവരും. എല്ലാ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും കൂടി ഓരോ കളികൾ കളിക്കുകയും അതിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ, ഒരുപക്ഷെ എന്നെ കവിയാക്കിയത് അതാണ്. കാരണം ഈ അമ്മൂമ്മമാരൊക്കെ 90 വയസ്സുള്ള അമ്മ തൊട്ട് ചേച്ചി വരെ വന്നിരുന്ന് കവിതകൾ ചൊല്ലുകയും പാട്ട് പാടുകയും കളിക്കുകയും ചെയ്യും. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ഈ പറയുന്ന കവിതകളും പാട്ടുകളും കേൾക്കുമ്പോൾ അതിൻ്റെ താളം നമ്മൾ അറിയാതെ നമ്മൾ ഉള്ളിലേക്ക് ആവേശിച്ചത് ഒരു പുതിയ കവിതയായി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ വന്ന 1-2 പറയാം. പഴുക്കാ കളി എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങളൊക്കെ കാണും, നാടൻ പാട്ടാ. ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് തന്നെ അവിടുത്തെ അമ്മമാരാ. ഇങ്ങനെ പാടും. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, തൊട്ടതറിയാതെ മാണിക്ക ചമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക. ഒന്ന് കൈയടിച്ചേ. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, തൊട്ടതറിയാതെ മാണിക്ക ചമ്പഴുക്ക, ഒന്നു വലത്തു വന്നേ മാണിക്ക ചമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, തൊട്ടതറിയാതെ മാണിക്ക ചമ്പഴുക്ക, എൻ്റെ വലം കയ്യിലേ മാണിക്ക ചമ്പഴുക്ക, എൻ്റെ ഇടം കയ്യിലേ മാണിക്ക ചമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചമ്പഴുക്ക, തൊട്ടതറിയാതെ മാണിക്ക ചമ്പഴുക്ക, എൻ്റെ വലം കയ്യിലേ മാണിക്ക ചമ്പഴുക്ക, എൻ്റെ ഇടം കയ്യിലേ മാണിക്ക ചമ്പഴുക്ക.
മൂന്നു വലത്തു വന്നേ മാണിക്കച്ചമ്പഴുക്ക തൊട്ടതറിയാതെ മാണിക്കച്ചമ്പഴുക്ക. നാലു വലത്തു വന്നേ മാണിക്കച്ചമ്പഴുക്ക തൊട്ടതറിയാതെ മാണിക്കച്ചമ്പഴുക്ക. എൻ്റെ വലം കയ്യിലേ മാണിക്കച്ചമ്പഴുക്ക, എൻ്റെ ഇടം കയ്യിലേ മാണിക്കച്ചമ്പഴുക്ക. ഈ കളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാല് ചുറ്റും ഇങ്ങനെ നമ്മുടെ ചേച്ചിമാരും പെണ്ണന്മാരും എല്ലാവരും ഇങ്ങനെ വട്ടമിട്ടിരിക്കും. ഒരാളെ കണ്ണ് കെട്ടിയിട്ട് ഒരു പഴുക്ക കൈ കൊടുത്തിട്ട് അവരിങ്ങനെ ഓരോ കയ്യിലും ഇങ്ങനെ മാറി മാറി കൊടുക്കും. അന്നേരം ഈ കണ്ണ് കെട്ടിയിരിക്കുന്ന ആൾ ഇതിങ്ങനെ തപ്പി തപ്പി ആരുടെ കയ്യിലാണ് ഇരിക്കുന്ന ഒരു സമയത്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഔട്ടാവും. അങ്ങനെയാണ് ഈ കളി കളിക്കുന്നത്. വളരെ രസകരമായ കളിയാണ്. ഇതെന്നെ ആരും പഠിപ്പിച്ചു തന്നതല്ല, എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കിട്ടിയല്ലോ, ഇപ്പോൾ കിട്ടിയല്ലോ. ഈ താളം നിങ്ങളുടെ ഉള്ളിലേക്ക് ആവേശിച്ചു കഴിഞ്ഞു. ഇത് മറ്റൊരു കവിത എഴുതുമ്പോഴോ കഥ എഴുതുമ്പോഴോ ഈ താളം നിങ്ങളിലേക്ക് വരും. അതേ കണക്ക് വേറൊരു കളിയുണ്ട്, അശോകശാലി കളി. അശോകശലേ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സ്വാമി രണ്ടിലും പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളയ്ക്കോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കളിയുടെ കണ്ടിട്ട് പാടിയാൽ ഒരു 5 പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കും, 5 പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോ അപ്പുറത്ത് നിൽക്കും. അന്നേരം ഈ പെണ്ണിനെ ചോദിക്കുന്നതാണ്. അന്നേരം ആദ്യത്തെ വരി പാടുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും, അത് കണക്ക് തന്നെ 2 വശത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലോട്ടും നടന്നു പോകും ഇങ്ങനെ കൈ പിടിച്ചോണ്ട്. അന്നേരം ഇതാണ് അശോകശലേ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സ്വാമി രണ്ടിലും പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളയ്ക്കോ. അശോകശലേ പെണ്ണില്ല, ചെറുകോശാലും പെണ്ണില്ല, സ്വാമി രണ്ടിലും പെണ്ണില്ല, തൃക്കാമേനി മാപ്പിളയ്ക്കോ. ഒരു കുടുക്ക പൊന്നും തരാം, പൊന്നിട്ട പെട്ടകം പൂട്ടിൻ തരാം, പൂട്ടാം താക്കോലൊളിച്ചും തരാം, പെണ്ണിനെ തിരുമോടി തോഴിമാരെ. അന്നേരം തിരിച്ച് അപ്പുറത്തെ കക്ഷികൾ, ഒരു കുടുക്ക പൊന്നും വേണ്ട, പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട, പൂട്ടാം താക്കോലൊളിച്ചും വേണ്ട, പെണ്ണിനെ തരത്തില്ല തോഴിമാരെ. അങ്ങനെ 10 വരെ പാടും. അങ്ങനെ നാടൻ പാട്ടുകൾക്കൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടുതൽ താളങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ കവിതകൾ. ഞാൻ ഇനിയൊന്ന് ചോദിക്കുകയാണ്, എന്താണ് കവിത? കവിത എന്ന് പറയുന്നത് നമ്മൾ ആരും പറയാത്ത രീതിയിൽ താളത്തിൽ ഈണത്തിലൊക്കെ പറയുന്നതാണ് കവിത. അന്നേരം ആഴത്തിലുള്ള കവിതകൾ എഴുതുക, വായിക്കുക. അതിനൊരുപാട് ഞാൻ ഈ പറഞ്ഞ ടിപ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ കവിതകൾ എഴുതണം, കവിതകൾ വായിക്കണം, നല്ല കുട്ടികളാവണം. തീർച്ചയായിട്ടും സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. അതിനപ്പുറത്തൊന്നുമില്ല. അതാണ് നിങ്ങളെല്ലാം പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശാൻ്റെയും ഉള്ളൂരിൻ്റെയും പിയുടെയും നമ്മുടെ വൈലോപ്പിള്ളിയുടെയൊക്കെ ആഴമുള്ള കവിതകളും MDയുടെയൊക്കെ കഥകളുമൊക്കെ വായിച്ച് നിങ്ങൾ ധ്യാനമഗ്നമാകുക. ആ ധ്യാനം നമ്മളെ വിമുക്തിയിലേക്ക് തീർച്ചയായിട്ടും നമിക്കും, നമ്മളെ നല്ല മനുഷ്യരാക്കി വളർത്തും. നമ്മൾ ആഴത്തിലുള്ളത് വായിക്കുകയും ധ്യാനമഗ്നമാകുകയും ആ ധ്യാനം നമ്മുടെ ജീവിതത്തിന് മുക്തി തരികയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കണം. തിരിച്ചറിവോടെ നമ്മുടെ മസ്തിഷ്കം ആർക്കും കൊടുക്കാതിരിക്കുക. നമുക്ക് വേണ്ടി സ്വപ്നം കാണുക. കവികളെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. കവികളെ വാക്കുകൾക്ക് മാത്രമേ കീഴടക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ കവിത എന്ന് പറയുന്നത് വാക്കുകളുമായിട്ടുള്ള ഒരു അസാധ്യമായ യുദ്ധമാണ്. അതുകൊണ്ട് കിട്ടുന്ന വാക്കുകളൊക്കെ ആര് പറഞ്ഞാലും സ്വരൂപിച്ച് വെച്ച് ഏറ്റവും നല്ല കവിയാവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം വ്യതിരിക്തമാകുകയും സമൂഹത്തിൽ വേറിട്ട ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നവർ നിങ്ങളാവും. ആ കവിത നിങ്ങളെ ഏറ്റവും നല്ല സിനിമ ചെയ്യുന്ന ആളാവും, വേണേ ഏറ്റവും നല്ല കഥ എഴുതുന്ന ആളാക്കും, ഏറ്റവും നല്ല ഡോക്ടറാക്കും, ഏറ്റവും നല്ല എൻജിനീയറാക്കും. നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും നിങ്ങൾ അവിടുത്തെ പ്രഗത്ഭരായി മാറ്റും. അതുകൊണ്ട് കവിത കൈവിട്ട് കളയരുത്. ഇത്രയും പേരെങ്കിലും ഇന്ന് തൊട്ട് കവിത വായിക്കുകയും കവിത എഴുതാനും ശ്രമിക്കുക. ആദ്യം വഴങ്ങിയില്ലെങ്കിലും നിങ്ങൾ നല്ല കവികളായിട്ട് മാറും എന്ന് ഉറപ്പാണ്. എനിക്ക് ഈ വേദിയിൽ
ഈ അവസരം തന്ന നിയമസഭയിലെ എല്ലാ സ്റ്റാഫുകളോടും പ്രത്യേകിച്ചും എൻ്റെ സഹപാഠിയായിരുന്ന നമ്മുടെ ഇവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയായ ഉണ്ണികൃഷ്ണൻ സാറിനും മഹേഷിനും എല്ലാവരും ഞാനിപ്പോൾ 3 വർഷം ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. ഇവർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് പറ്റി. തീർച്ചയായിട്ടും എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ വാരികകളിലും DC ബുക്സിലും ഒക്കെ എൻ്റെ പുസ്തകങ്ങളുണ്ട്. മഴയിൽ ബൈക്ക് ഓടിക്കുമ്പോൾ, നീലധാര, യുദ്ധവും മൃത്യുഞ്ജയവും എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകമൊക്കെ വായിക്കുക. എൻ്റെ നമ്പരൊക്കെ കാണും, എന്നെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. കവിത എഴുതുന്നവരുണ്ട്, എന്നെ എവിടെയെങ്കിലും വെച്ച് കാണണം. ഞാൻ ഈ റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ സ്റ്റാഫാണ്. എന്നെ കാണിയാന്നേ വരിക. നിങ്ങളിൽ ഒരാളെങ്കിലും കവിയായാൽ ഞാൻ ധന്യനായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.